നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇക്കണോമിക്സിൻ്റെ PYQs ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? 4th 5 ഇയർ പ്ലാനിൻ്റെ വളർച്ചാ നിരക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 5.7% ആയിരുന്നു. അപ്പം വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്, ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, വാർഷിക പദ്ധതികൾ നടപ്പാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണ്. അപ്പം 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിൽ എന്ന് പറയുമ്പം 1966 മുതൽ 69 വരെയുള്ള സമയം. ആ സമയത്ത് ആനുവൽ പ്ലാൻസ് ആയിരുന്നു. വാർഷിക പദ്ധതികൾ എന്ന് പറയുന്ന ആനുവൽ പ്ലാൻസ് ആണ്. ആനുവൽ പ്ലാൻസ് വരുന്നത് 90 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പം ഇവിടെ പ്ലാൻ ഹോളിഡേയ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേയ്സും 1990 മുതൽ 92 വരെയാണ് ആനുവൽ പ്ലാൻസും വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 2ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഹരോൾഡ് ഡോമർ മോഡൽ ഏതായിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. രണ്ടാമത്തത് മെഹൽനോബിസ് പ്ലാൻ അടിസ്ഥാനമാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേത്? 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി. ഇല്ല അല്ലേ? എവിടെയൊക്കെയായിരുന്നു? പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ്. അല്ലാതെ ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? കാരണം ഹരിത വിപ്ലവം വന്നപ്പം പാവപ്പെട്ട കർഷകരും പണക്കാരായിട്ടുള്ള കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ചെറുകിട കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അത് കൂടുതലായിട്ട് ഉപയോഗിക്കാനും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന റിച്ച് ആയിട്ടുള്ള ഫാമേഴ്സിന് കൂടുതൽ ഗുണം ചെയ്തു. അപ്പം അതുകൊണ്ട് പാവപ്പെട്ട അല്ലെങ്കിൽ ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നബാർഡ് സ്ഥാപിതമായത് 1985-ലാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നബാർഡ് സ്ഥാപിതമായത് എപ്പോഴാണ്? 12 ജൂലൈ 1982-ലാണ്. 85 അല്ല, 82-ലാണ് നബാർഡ് സ്ഥാപിതമായത്. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായി സ്ഥാപിതമായി. അപ്പം നരസിംഹം കമ്മിറ്റിയാണോ? നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവണം. നബാർഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. B ശിവരാമൻ കമ്മിറ്റിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാട്ടോ നബാർഡ് ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായിട്ട് വന്നിട്ടുള്ളതാന്നൊക്കെ. അപ്പം B ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡുമായിട്ട് ബന്ധപ്പെട്ടത്. നരസിംഹം കമ്മിറ്റി എന്താണ്? ബാങ്കിങ് റിഫോംസ് ആണ്. ബാങ്കിങ് റിഫോംസ് നരസിംഹം കമ്മിറ്റി. B ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ 3ഉം 4ഉം ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കർണാടകയല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരള ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. DSIB ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. അപ്പം DSIB എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്. അപ്പം ആ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നീതി ആയോഗിന്റെ CEO ശ്രീ BVR സുബ്രഹ്മണ്യമാണ്. അപ്പം BVR സുബ്രഹ്മണ്യം ആയിരുന്നു. പക്ഷേ ഇപ്പം ആരാ കറന്റ്? നിധി ചിബ്ബറാണ്. 2026 ഫെബ്രുവരി 26-ന് നിധി ചിബ്ബറാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിരുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം ആരാണ്? നിധി ചിബ്ബറാണ് കേട്ടോ. 2023-ലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നർഗീസ് മുഹമ്മദിക്ക് കിട്ടിയത് നോബൽ പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള നോബലായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിന് 23-ല് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ്. അപ്പം നമ്മൾ ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ആർക്കായിരുന്നു ഒന്നും കൂടെ നോക്കിയിരിക്കണം കേട്ടോ. അപ്പം ഇതിൽ ആൻസർ വരുന്നത് 1 and 4 ആണ്. പക്ഷേ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ BVR സുബ്രഹ്മണ്യം അല്ല, നിധി ചിബ്ബറാണ്. അപ്പോൾ 1ഉം 3ഉം 4ഉം തെറ്റായിട്ട് വരേണ്ടതാണ്.
അടുത്ത ചോദ്യം, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സൊമാലിയ അല്ലെ? സൊമാലിയാണ് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രമായിട്ട് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും, ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. അപ്പൊ ഇതിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ? ആ അന്തരം കൂടുകയാണ് ചെയ്തത്. പുവർ ആൻഡ് റിച്ച് ഫാമേഴ്സ് എന്നുള്ള ആ ഒരു അന്തരം കൂടുകയാണ് ചെയ്തത് ഹരിത വിപ്ലവത്തിന് ശേഷം. കാരണം കൂടുതൽ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നവർ അത് ആക്സസ് ചെയ്തു, അല്ലാത്തൊരു റിസോഴ്സസ് ഇല്ലാതെ തന്നെ അവർ വീണ്ടും എന്ത് ചെയ്തു, താഴത്തേക്ക് താഴ്ന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ പുവർ ബിക്കം പുവർ, റിച്ച് ബിക്കം റിച്ചർ എന്നുള്ള ആ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ഇപ്പൊ ന്യൂ എക്കണോമിക് റിഫോംസ് ഉണ്ടല്ലോ, 1991 വന്നത്, അതിൽ പെടാത്തത് ഏത്? ഉദാരവൽക്കരണം, വ്യവസായവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിൽ പെടാത്തത് ഏതാണ്? വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അപ്പം ഇവിടെ 2 മാത്രം, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ശ്രീ PC മഹലനോബിസ് ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതും ശരിയാണ്. 1947 ഇന്ത്യയിൽ പ്ലാനിങ് ആരംഭിച്ചത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1950 ഇവിടെ പ്ലാനിങ് ആരംഭിക്കുന്നത്. അപ്പം 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ആയി പോയതാണ് കേട്ടോ. 16ാമത്തെ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. അപ്പം ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ശരിക്കും 1, 3, 4 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നീതി കുറെ പേർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ നീതിയും നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുമ്പം അതിന്റെ ഒരു എന്താ പറയാ ലക്ഷ്യം ആയിട്ട് കൂട്ടാം. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ആയിട്ട് പോവാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? കറൻസി നോട്ട് അച്ചടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, നികുതി നിരക്ക് നിശ്ചയിക്കുക, ഗവൺമെന്റിന്റെ ബാങ്ക്. അപ്പൊ ഇതിൽ നികുതി നിരക്ക്, ടാക്സ് റേറ്റുമായിട്ട് നമ്മുടെ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന് ടാക്സ് റേറ്റ് അല്ലല്ലോ. അവരെന്താണ് നോക്കുന്നത്? പലിശ നിരക്കാണ്, നികുതി നിരക്കല്ല. അപ്പം ഇൻട്രസ്റ്റ് റേറ്റുകളാണ് ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നികുതി നിരക്ക് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതല്ല. അപ്പം അതുകൊണ്ട് 3rd ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ, ശരിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1. നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യറാണ്. അപ്പം അതിൽ 1ഉം 2ഉം ആണ് ശരി, 3 തെറ്റാണ്. അപ്പം നിലവിൽ ആരാണ്? നേരത്തെ പറഞ്ഞു, ഫെബ്രുവരി 26, 2026 നിധി ചിബ്ബർ ആണ് ഇപ്പം CEO ആയിട്ട് ഉള്ളത്. ഇതിന് മുമ്പായിരുന്നു BVR സുബ്രഹ്മണ്യം കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ശരിയാണല്ലേ? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. അതും ശരിയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? അപ്പൊ ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൈമൺ ജോൺസൺ ആണ്. പിന്നെ അദ്ദേഹത്തിനെ കൂടാതെ ആർക്കാണ്? ഡാരൻ അസിമോഗ്ലു, അതുപോലെ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക് 2024 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ എക്സാമിന് 2025 ആൾക്കാരെ പഠിച്ചാൽ മതി. 2025 ആർക്കൊക്കെ ആയിരുന്നു? ജോയൽ മൂക്കിർ, ഫിലിപ്പെ അഗിയൻ, അതുപോലെ പീറ്റർ ഹോവിറ്റ്. ഇവർക്ക് 3 പേർക്കുമാണ് 2025 എന്താണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ശരിയാണ്.
ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. അപ്പം അതും ശരിയാണ്. ഇവിടെ എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരിയാണ് അല്ലെ? വേൾഡ് ബാങ്കും IMFും പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. LPG റിഫോംസ് ശരിയാണ്. പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. ഇറക്കുമതി ബദൽ വ്യാപാര നയം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതൊക്കെ എവിടെയാണ് വരുന്നത്? ഈ ഒരു റിഫോംസ് കൊണ്ടുവരുന്നതിന് മുമ്പാണ് അല്ലേ? 1ാമത്തെ മുതൽ 7ാമത്തെ പഞ്ചവത്സര പദ്ധതി വരെയാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം 91 നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പം ആ സമയത്ത് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ മാറ്റി, അതുപോലെ തന്നെ ലൈസൻസ് രാജ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റുകയാണ് ചെയ്തത്. അപ്പം 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഫോറിൻ ട്രേഡും കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. അത് തെറ്റല്ലേ? ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈവറ്റൈസേഷൻ. അതൊക്കെ എപ്പോഴാണ്? LPG റിഫോംസ് ഒക്കെ വന്നപ്പോൾ 1991 ആ സമയത്താണ് ഉണ്ടത്. 1ാം പഞ്ചവത്സര പദ്ധതി സമയത്തൊക്കെ നമ്മൾ സ്വകാര്യവൽക്കരണ നയം അല്ലായിരുന്നു. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. അത് പ്രൈവറ്റൈസേഷനുമായിട്ട് കറക്റ്റായിട്ട് വരുന്നതാണ്. ഗവൺമെന്റ് പിൻവാങ്ങി. പിന്നെന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് നടത്തി. അപ്പം 2nd സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഇതും ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് ഇതൊക്കെ. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർസ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിന് വിറ്റു. അപ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇത് രണ്ടുമാണ് പ്രൈവറ്റൈസേഷനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് A ആണ്. 2ഉം 3ഉം മാത്രം. അടുത്ത ചോദ്യം, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിക്കുന്നത്. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. ശരിയാണ്. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. അതും ശരിയാണ്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഇനി ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. അത് തെറ്റാണ് അല്ലെ? ഉയർന്ന പലിശ നിരക്കും ഉയർന്ന തീരുവയും എക്സൈസ് തീരുവയും ഒക്കെ ചുമത്തിയാൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. അപ്പൊ കൂടുതൽ ലോൺ എടുക്കണമെങ്കിൽ എന്ത് വേണം? പലിശ നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ അവരുടെ ടാക്സ് റേറ്റ്സ് ഒക്കെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ചെറുകിട വ്യവസായത്തിനെ സഹായിക്കാനാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉയർന്ന തീരുവയും അതുപോലെ തന്നെ ഉയർന്ന പലിശ നിരക്കും ഒന്നുമല്ല, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഡിക്രീസ്ഡ് ടാക്സ് റേറ്റ്സ് ആൻഡ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വേണ്ടത്. അപ്പം ഡി തെറ്റാണ്. അടുത്ത ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഇതിൽ വരുന്നത് ഡി ആണ്. ഇവയൊന്നുമല്ല. 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് മോഡലായിരുന്നു? ഹെറോൾഡ് ഡോമർ ഗ്രോത്ത് മോഡലാണ് അല്ലെ? മഹലനോബിസ് മോഡൽ 2ാമത്തെ. അപ്പം 1ാമത്തെ പദ്ധതി ഹെറോൾഡ് ഡോമർ ഗ്രോത്ത് മോഡലാണ്. ഇവിടെ ഓപ്ഷനിൽ ഇവയൊന്നുമല്ല. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടണിയൻ കമ്മീഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹിൽട്ടണിയൻ കമ്മീഷൻ ആണ് RBI സ്ഥാപിതമാവാനുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? അപ്പം കറക്റ്റ് ഏതാണ്? ധനകാര്യ സെക്രട്ടറി അല്ലേ? ധനകാര്യ സെക്രട്ടറിയാണ്, ഫിനാൻസ് സെക്രട്ടറിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബാക്കി എല്ലാത്തിലും ആരാണ്? ഗവർണർ ഓഫ് RBI ആണ്. പക്ഷെ 1 രൂപ നോട്ട് ധനകാര്യ സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി ആണ് കേട്ടോ. സർവോദയ പദ്ധതിയുടെ വക്താവ്. സർവോദയ പദ്ധതിയുടെ വക്താവ് ഇതിൽ കൊടുത്തിട്ടില്ല. ശരിക്കും ജയപ്രകാശ് നാരായൺ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ലാണ്. സർവോദയ പദ്ധതി ഗാന്ധിജിയുടെ ഐഡിയോളജീസ് ഒക്കെ അതിൽ നിന്ന് എന്താ പറയുക ഇൻസ്പയർ ആയിട്ട് ജയപ്രകാശ് നാരായൺ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്ലാനാണ് സർവോദയ പ്ലാൻ. പിന്നെ അതുപോലെ ബോംബെ പ്ലാൻ, അങ്ങനെ വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയാസ് ഒന്ന് കവർ ചെയ്ത് പൊക്കോളൂ കേട്ടോ പഠിക്കുമ്പോൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു.
മുമ്പ് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. 1929 ഇത് സ്ഥാപിതമായി. ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. NBFC എന്നാൽ NBFCയുടെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. NBFC എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അപ്പൊ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ശ്രീമതി ബാർബറ വൂട്ടന്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിനാണ് ബാധകമാകുന്നത്? എന്തിനാണ്? സാമ്പത്തിക ആസൂത്രണത്തിനാണ്, എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു LPG റിഫോംസ്, അത് ഓർത്തിരിക്കുക. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓപ്ഷൻ എ. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? അപ്പം MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ്. അതിൽ ഈ C2+50 എന്ന് പറയുന്നത് ഈ ഫാമേഴ്സിന് അവരുടെ ഒരു കോംപ്രഹെൻസീവ് കോസ്റ്റ് ഉണ്ട്, അതിനാണ് C2 എന്ന് പറയുക, ഉൽപാദന ചെലവ്. ആ കോംപ്രഹെൻസീവ് കോസ്റ്റിന്റെ കൂടെ അവർക്കൊരു 50% ടോട്ടൽ പ്രോഫിറ്റും കൂടെ കിട്ടും എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഇത്. അപ്പൊ ഇത് മുന്നോട്ട് വെച്ചത് സ്വാമിനാഥൻ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചത്? അപ്പൊ ഇതിൽ ഞാൻ ഈ ഓപ്ഷൻസ് മൊത്തം വായിക്കുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? ഡയറക്റ്റ് ടാക്സ് ഏതാണ്? കോർപ്പറേറ്റ് ടാക്സ് ആണ്. ബാക്കി മൂന്നും എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. ഡയറക്റ്റ് ടാക്സ് വരുന്നത് കോർപ്പറേറ്റ് ടാക്സ് ആണ്, കോർപ്പറേറ്റ് നികുതി. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന. ഇന്ത്യയിലെ നിലവിൽ എത്ര ടാബുകൾ ഉണ്ട്? ഇതിലിപ്പം 5 ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 0%, 5%, 12%, 18%, 28%. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. Which of the following statements is or are correct about the planning commission? Planning commissionനെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. The planning commission was constituted in 1951. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴാണ് 1950 പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ 1950 ആണ് കറക്റ്റ്. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. അത് ശരിയാണ്. ഇൻ 2050 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. അപ്പം 2015 പ്ലാനിംഗ് കമ്മീഷന് പകരം എന്ത് വന്നു? നീതി ആയോഗ് വന്നു. അപ്പൊ 2050 നീതി ആയോഗ് വന്നു കേട്ടോ. അന്ന് പ്ലാനിംഗ് കമ്മീഷൻ സീസ്ഡ് ടു എക്സിസ്റ്റ് ആണ്. അത് പ്ലാനിംഗ് കമ്മീഷൻ അന്നത്തോടെ നിർത്തലാക്കി. പിന്നെ അന്ന് മുതൽ പ്രവർത്തിക്കുന്നത് നീതി ആയോഗാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നീതി ആയോഗിന്റെ പ്രെഡസസർ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? 2 and 3 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം വരുന്നത് 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലോക വ്യാപാര സംഘടന WTO 1991 നിലവിൽ വന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 91 ജനുവരി 1, 1995 അത് നിലവിൽ വരുന്നത് കേട്ടോ. ഇനി ഗാട്ടിന്റെ പിൻഗാമിയായിരുന്നു WTO. അത് ശരിയാണ്. ഗാട്ടായിരുന്നു WTOന്റെ മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഗാട്ടിന് ശേഷം ഗാട്ടിന്റെ കുറച്ചും കൂടെ റിഫോം ചെയ്ത് അതിന്റെ ഒരു പുതിയ രൂപമായിട്ടാണ് WTO വരുന്നത്. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരി. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതൊക്കെയാണ്? ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ഇതെല്ലാം. അപ്പം ഇവിടെ ഇതെല്ലാമാണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏത്? അപ്പൊ നീതി ആയോഗുമായിട്ട് ഇതിൽ യോജിക്കാത്ത പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് തന്നെയാണ് ഇതിൽ യോജിക്കാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം അത് ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അതുപോലെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്, അതുപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണലും ആണ്. ഭരണഘടനയിൽ പറഞ്ഞിട്ടല്ല, ഭരണഘടന സ്ഥാപിതമായതല്ല.
ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തിങ്ക് ടാങ്ക് എന്നൊക്കെ നമ്മൾ പറയും, പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള സംഭവം. ഇനി സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു, ശരിയാണ്. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു, ശരിയാണ്. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയും പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും, അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 എന്തായിരുന്നു? ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? അപ്പൊ ഇതില് ആരാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ്. ബാക്കി ഇപ്പോൾ നോർമൻ ബോർലഗ് നമുക്കറിയാം ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ വില്യം ഗൗഡ് ആണ് ശരിക്കും ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ മാർച്ച് 8, 1968 അദ്ദേഹത്തിന്റെ ഒരു US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് USAIDലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ചിലാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രീൻ ഡാൾട്ടൺ മാത്രമാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് കേട്ടോ. ഭാരതത്തിൽ ₹1 നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ₹1 നോട്ട് മാത്രം പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ് കേട്ടോ. ബാക്കി നോട്ടുകളെല്ലാം RBI ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ശരിയാണ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ നമ്മൾ കണ്ടിരുന്നു. രാസവളങ്ങളും കീടനാശിനികളും അതും ശരിയാണ്. ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. അപ്പൊ അന്തരം ഇല്ലാതായിട്ടില്ല, അത് കൂടുകയാണ് ചെയ്തത്. 1 and 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡൽഹിയിലാണ്. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടതാണ് അമൃതകാലം. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെസ്ല എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഇലക്ട്രിക് EV വെഹിക്കിൾസ് അതൊക്കെ ആയിരുന്നില്ലേ? അപ്പം വൈദ്യുത കാർ നിർമ്മാണമായിട്ടാണ് ടെസ്ല കുറച്ചും കൂടെ ഫേമസ് ആയത്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഓർത്തിരിക്കുക, നെടുങ്ങാടി ബാങ്ക് ആണ് കേട്ടോ. നെടുങ്ങാടി ബാങ്ക് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആണ്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ആരാണ് 2023 നോബൽ ലോറേറ്റ്? ക്ലോഡിയ ഗോൾഡിൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അപ്പം അത് ഓർത്തിരിക്കുക, 1998 മെയ് 17 എന്താരംഭിച്ചത്? കുടുംബശ്രീ. കുടുംബശ്രീ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണന ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പം ഇവയെല്ലാം അതിൽ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ ലക്ഷ്യമല്ലാത്തതാണ് ചോദിച്ചത്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു, സുസ്ഥിര വികസനം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പൊ അതെവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിലാണ് കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? അപ്പം ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞത് അമർത്യ സെൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്. അപ്പൊ ലേസസ് ഫെയർ തിയറി ആരുടെയാണ്? ആഡം സ്മിത്തിന്റെ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? അപ്പം ഇത് അന്നൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. 50% ആയിരുന്നു അമേരിക്ക ഏർപ്പെടുത്തിയ നികുതി നിരക്ക് എന്ന് പറയുന്നത്. 50% ആയിരുന്നു കേട്ടോ. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്?
അപ്പം ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. ഏതൊക്കെയാണ്? അതിനെ തന്നെയാണ് നമ്മൾ ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും പറയും. ബ്രെട്ടൺ വുഡിൽ നിന്ന് ആ ഒരു ബ്രെട്ടൺ വുഡ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ്. വേൾഡ് ബാങ്കും IMF-ഉം. വേൾഡ് ബാങ്കിനെ തന്നെയാണ് നമ്മൾ IBRD എന്ന് പറയുന്നത്. IBRDയും അതുപോലെ IMF-ഉം 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. 1980-കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം. വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവും വിലച്ചുരുക്കവും വിദേശ വിനിമയ മിച്ചവും കയറ്റുമതി മിച്ചം ഇവയൊന്നും. ഓക്കെ, കയറ്റുമതി മിച്ചം. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവും ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ വരുന്നത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആണ്. 2 മാത്രം. ഓപ്ഷൻ ബി. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിലാണ് ആദ്യഘട്ടത്തിൽ. പിന്നെ പ്രത്യേകിച്ചും എന്താണ് നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്? ഗോതമ്പായിരുന്നു. ഗോതമ്പിനൊക്കെയാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം, നീതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം, പുതിയ സാങ്കേതിക വിദ്യ, ഇറക്കുമതി ബദൽ. അപ്പോൾ ഇതിൽ ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ മോഡേണൈസേഷൻ എന്തായിട്ട് വരും? പുതിയ സാങ്കേതിക വിദ്യയാണ്. പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇതിലാണ്, മോഡേണൈസേഷനിലാണ്. ഇനി സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ എന്താണ്? ഇറക്കുമതി ബദൽ അല്ലെ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സ്വന്തം കൺട്രിയിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം സെൽഫ് സഫിഷ്യൻ്റ് ആവും. അപ്പം അവിടെ സ്വാശ്രയത്വം, അവിടെ വരുന്നത് ഇറക്കുമതി ബദലാണ്. 2C ആണ്. ഇനി സമത്വം വരുമ്പം അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം, അതാണ് വരുന്നത്. അപ്പം കറക്റ്റ് വരുന്നത് 1B, 2C, 3A ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഏതൊക്കെയാണ്? HYV വിത്തുകൾ, ഹൈ ഈൽഡിംഗ് വെറൈറ്റി വിത്തുകൾ. പിന്നെ സുസ്ഥിര വികസനം, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ, ജൈവവിത്തിന്റെയും ജൈവവളങ്ങളുടെയും ഉപയോഗം. അപ്പൊ ഇതിൽ കറക്റ്റ് ചെയ്ത് വരുന്നത് 1, 3, 4 ആണ് അല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ് ഒന്നും അന്നത്ര ഇമ്പോർട്ടൻസ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 1, 3, 4 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? ഇതിൽ ഓപ്ഷൻ എ സുമൻ ബെറി ആണ് കറക്റ്റ്. ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിന്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കം എന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന. അപ്പം ഗ്ലോബലൈസേഷന് ആ ഒരു ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയ നിധി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏത് പേരാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? അപ്പം നമുക്ക് നോർമനി ബോർലോഗും അറിയാം, MS സ്വാമിനാഥനും അറിയാം. പിന്നെ C സുബ്രഹ്മണ്യം ആ സമയത്തെ ഗ്രീൻ റവല്യൂഷൻ നടക്കുന്ന കാലഘട്ടത്തിലെ മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആയിരുന്നു. അദ്ദേഹത്തിനെയാണ് പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം C സുബ്രഹ്മണ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ ഉത്തരം വരുന്നത്. ബിമൽ ജലാൻ ആണ് ഇതിൽ ബന്ധമില്ലാത്തത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം. അപ്പൊ ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇന്ത്യയിൽ താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതാണ് GST-യിൽ നിന്ന് ഒഴിവാക്കാത്തത്? അപ്പൊ ഇതില് പുതിയ പഴങ്ങളും പച്ചക്കറികളും, തേൻ, പത്രങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. പാക്ക് ചെയ്ത ബിസ്ക്കറ്റുകളാണ് GST-യിൽ നിന്ന് ഒഴിവാക്കാത്തത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹെഡ്ജിംഗ്, ഊഹക്കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത എന്നിവയ്ക്കായി താഴെ പറയുന്ന സാമ്പത്തിക ഉപകരണങ്ങളിൽ ഏതാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? കൂടാതെ അതിന്റെ മൂല്യം അടിസ്ഥാന ആസ്തിയിൽ നിന്നോ സൂചികയിൽ നിന്നോ ലഭിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്താ പറയാ? ഡെറിവേറ്റുകൾ എന്നാണ്. അതായത് ഹൂസ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം അണ്ടർലൈയിങ് അസെറ്റ്, സ്റ്റോക്സ്, ബോൺസ്, കമോഡിറ്റീസ് ഓർ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഇങ്ങനെ സൂചികയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അണ്ടർലൈയിങ് അസെറ്റുകളിൽ നിന്നോ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നതിനെ നമ്മൾ ഡെറിവേറ്റുകൾ എന്നാണ് പറയാ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉത്പാദിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന ക്രമങ്ങളിൽ ഏതാണ് ശരി? അപ്പൊ ഏതാണ് കറക്റ്റ്? കറക്റ്റ് വരുന്നത് കർണാടക, കേരളം, തമിഴ്നാടാണ്. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്, പിന്നെ കേരളം, പിന്നെ തമിഴ്നാട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. Which of the following statements about demonetization is or are true?
അപ്പോൾ ഇതിൽ ഏതാണ് ഡിമോണിറ്റൈസേഷനെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? Demonetization is the process by which a nation's economic unit of exchange loses its legally enforceable validity. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നമ്മുടെ ഒരു സാമ്പത്തിക വിനിമയത്തിനുള്ള ആ ഒരു എക്കണോമിക് യൂണിറ്റ് അതിൻ്റെ ലീഗലി എൻഫോഴ്സിബിൾ വാലിഡിറ്റിനെ നഷ്ടപ്പെടുന്നതാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നാളെ തൊട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു വാല്യൂ ഇപ്പം ആ ഒരു കറൻസി നോട്ടിന് ആ ഒരു വാല്യൂ ഉണ്ടാവില്ല. രഘുറാം രാജൻ വാസ് ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് അറ്റ് ദ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രഘുറാം രാജൻ അല്ലായിരുന്നു. ആരായിരുന്നു? ഉർജിത് പട്ടേൽ ആയിരുന്നു 2016 ഗവർണർ ഓഫ് RBI. On November 8, 2016, the central government has notified that the specified banknotes of denominations of the existing series of the value of rupees 500 and rupees 1000 shall cease to be legal tendered with effect from November 9, 2016. അപ്പം അതും ശരിയാണ്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ ലീഗൽ ടെൻഡർ ആണ് നവംബർ 9, 2016 മുതൽ നിർത്തലാക്കിയത്. Demonetization of 2016 was presented as an initiative of the central government targeted to address disparate evils plaguing the nation's economy, including practices of hoarding black money and money laundering. മണി ലോണ്ടറിങ്, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കുക, അങ്ങനെയുള്ള പ്രാക്ടീസസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ 2 മാത്രമാണ് തെറ്റ്, 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. Which of the following statement about Niti Aayog are incorrect? അപ്പോൾ ഇതിൽ നീതി ആയോഗിനെ പറ്റി പറയുന്നതിൽ ഏതാണ് തെറ്റ്? It started functioning since 1/4/2016. അപ്പം 2016 നീതി ആയോഗ് എന്നാണ് വന്നത്? 2015 നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷന് ബദലായിട്ട് 2015 ജനുവരി 1 നീതി ആയോഗ് വന്നിട്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ്സ് ഫുൾ ഫോം ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. One of its declared objectives is to foster cooperative federalism. അതും ശരിയാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി വാസ് ഇറ്റ്സ് ഫസ്റ്റ് ചെയർമാൻ. അപ്പം ആരാണ് നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് മോദി ആയിരുന്നു ഫസ്റ്റ് ചെയർമാൻ. അപ്പം ഇവിടെ 1 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Which of the following 5-year plans the motto ഗരീബി ഹട്ടാവോ റിമൂവൽ ഓഫ് പോവർട്ടി ഈസ് അസോസിയേറ്റഡ്? അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതാണ് ഗരീബി ഹട്ടാവോ ഏത് 5-year പ്ലാനിന്റെ മോട്ടോ ആയിരുന്നു? 5th 5-year പ്ലാനിന്റെ ആയിരുന്നു കേട്ടോ. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ആയിരുന്നു ഗരീബി ഹട്ടാവോ. ഇന്ത്യ ഗവൺമെന്റിന്റെ അവസാന പഞ്ചവത്സര പദ്ധതിയുടെ വിശാലമായ കാഴ്ചപ്പാട് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പം അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 12ാമത്തെ 12th 5-year പ്ലാൻ ആണ്. അപ്പം അതിലെന്തായിരുന്നു? സുസ്ഥിര വികസനമായിരുന്നു അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ്. പുതിയ കാർഷിക തന്ത്രം താഴെ പറയുന്നവയിൽ ഏതിനെ കുറിച്ചാണ്? അപ്പോൾ ഇതിൽ എന്തിനെ കുറിച്ചാണ് പുതിയ കാർഷിക തന്ത്രം പറയുന്നത്? ചില പ്രത്യേക വിളകളുടെ ഏക്കറിലെ വിളവ് വർധനവ്, ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കൽ, നിർദ്ദിഷ്ട വിളകൾക്ക് ആധുനിക കാർഷിക രീതികളുടെ ഉപയോഗം, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇവിടെ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1991 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോഴാണെന്നല്ല കേട്ടോ, എങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നതെന്നാണ് ചോദ്യം വരുന്നത്. അത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ആയിരുന്നു, മലയാളത്തിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്തോ വന്നതാണ്. അപ്പോൾ അത് എന്ത് തരത്തിൽ എങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നത്? ന്യൂ എക്കണോമിക് റിഫോംസ്. അതിന് മെയിനായിട്ടും 2 ഐഡിയാസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്റ്റെബിലിറ്റി മെഷേഴ്സും പിന്നെ സ്ട്രക്ചറൽ മെഷേഴ്സും. അപ്പോൾ അതിൽ സ്റ്റെബിലിറ്റി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള എക്കണോമീനെ നമുക്ക് കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കണം. അതുപോലെ സ്ട്രക്ചറൽ മെഷേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലോങ് ടേമിലേക്ക് നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ, നമ്മുടെ എക്കണോമിയുടെ ഒരു ലോങ് ടേം സ്ട്രക്ചർ പ്രോപ്പർ ആക്കണം. അപ്പോൾ ആ രണ്ടും പറയുന്നത് സ്റ്റെബിലിറ്റി മെഷറും അതുപോലെ സ്ട്രക്ചറൽ മെഷറും വരുന്നത് സ്ഥിരത നയവും അതുപോലെ ഘടനാപരമായ പരിഷ്കരണ നയവുമാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ IFSC അതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്ററിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരി അല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ.
അടുത്തത് പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? 10ാം പദ്ധതി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. അപ്പം ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നത് 10ാം പദ്ധതിയിലല്ലല്ലോ, 11ാം പദ്ധതിയിലാണ് അത് വരുന്നത്. സുസ്ഥിര വളർച്ച എന്ന് പറയുന്നത് 12ാം പദ്ധതിയിലായിരുന്നു. വേഗതയേറിയതും സുസ്ഥിരവുമായിട്ടുള്ളതെന്ന് പറയുന്നത്, വേഗതയേറിയതും ഉൾക്കൊള്ളുന്നതുമായിട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നത് 11ലായിരുന്നു കേട്ടോ. 11th റിഫോമിലാണ് ഇത് വരുന്നത്. അപ്പം എ ആണ് തെറ്റ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. 8ാം പദ്ധതി സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്ഥിരതയും, ശരിയാണ്. 12ാം പദ്ധതി വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. അപ്പോൾ ഈ സുസ്ഥിരമാണ് ഇതിന്റെ കീവേഡ് കേട്ടോ 12ന്റെ. 9ാം പദ്ധതി സാമൂഹിക നീതിയും സമത്വവും ഉള്ള വളർച്ച. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗരീബി ഹട്ടാവോ, ഏതാണ് 5ാമത്തെ പദ്ധതി. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ, ഓരോ പദ്ധതിയുടെയും ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എ ആണ് ഉത്തരം വരുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? അപ്പൊ ഏറ്റവും കൂടുതൽ പഞ്ചാബ്, ഹരിയാനയൊക്കെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ആസൂത്രണ കമ്മീഷനിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാനുള്ള അധികാരം നീതി ആയോഗ് നിലനിർത്തുന്നു. സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. സമ്പദ് വ്യവസ്ഥയ്ക്കായി നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നു. അതേസമയം ആസൂത്രണ കമ്മീഷൻ നയപരമായ ഉപദേശം മാത്രമാണ് നൽകുന്നത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതേസമയം ആസൂത്രണ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമായിരുന്നു. അപ്പം ഇതില് ഡി ഒക്കെ തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നീതി ആയോഗ് എന്തല്ല, സ്റ്റാറ്റ്യൂട്ടറിയും അല്ല കോൺസ്റ്റിറ്റ്യൂഷണലും അല്ല എന്നൊക്കെ പറഞ്ഞു. ഇതിൽ കറക്റ്റ് വരുന്നത് ഏതാണ്? ബി ആണ്. കാരണം നീതി ആയോഗിൽ എന്ന് പറയുമ്പം ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതായത് താഴെ നമ്മൾ പ്രോഗ്രസ് കൊണ്ടുവന്നാലേ മുകളിലേക്കും അത് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതുപോലെ സ്റ്റേറ്റിന്റെ പാർട്ടിസിപ്പേഷൻ, സെൻട്രൽ മാത്രമല്ല സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലോക്കൽ ലെവലിൽ നമ്മൾ ഗ്രോത്ത് എൻഷുർ ചെയ്താലേ മുകളിലേക്കും ഗ്രോത്ത് എത്തുള്ളൂ. ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് അത്. പക്ഷെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, ട്രിക്കിൾ ഡൗൺ. അതായത് മുകളിൽ നമ്മളെല്ലാം എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് താഴേക്ക് എത്തിക്കോളും. ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് അതിനെ പറയാം. അപ്പം അതായിരുന്നു അവരുടെ അപ്രോച്ച്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, നീതി ആയോഗ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ, ഇത് ക്യാൻസൽ ആയി പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? ക്യാപിറ്റൽ ഗുഡ്സിന്റെ GST നിരക്ക്. ക്യാപിറ്റൽ ഗുഡ്സിന് ആക്ച്വലി 18%, 28% ഉണ്ട് ബേസ്ഡ് ഓൺ അവരുടെ HSN കോഡ് അനുസരിച്ച്. അപ്പം അതുകൊണ്ട് ഇത് ക്യാൻസൽ ഔട്ട് ആയി പോയി. അടുത്ത ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരായിരുന്നു? KN രാജ് ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ എ ആണ് KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. അപ്പൊ ഏതാണ്? ഈ ഒരു കാർഷിക മേഖലാ വികസനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നബാർഡാണെന്ന്, അല്ലെ? നബാർഡാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഗരീബി ഹട്ടാവോ നമ്മൾ നേരത്തെ പറഞ്ഞു. ഗരീബി ഹട്ടാവോ ഏതാണ്? ഓപ്ഷൻ സി, 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗരീബി ഹട്ടാവോ വരുന്നത് കേട്ടോ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാ? സുമൻ ബറി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇതെല്ലാം. അപ്പൊ ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി, അപ്പൊ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ് ആണ്, സ്വിറ്റ്സർലാൻഡിൽ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ പിന്നെ ക്യാൻസൽ ഔട്ട് ആയി പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ വെച്ചാൽ ഇതിന്റെ ഓപ്ഷൻസ് തെറ്റായിരുന്നു. അപ്പം പക്ഷെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? 1 ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു. അപ്പോൾ പേയ്മെന്റ് ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ 1 ലക്ഷം രൂപ വരെയല്ല, 2 ലക്ഷം രൂപ വരെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ, അതായത് സേവിംഗ് ആൻഡ് കറന്റ് ഡെപ്പോസിറ്റ് അവർക്ക് വെക്കാൻ പറ്റില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല കേട്ടോ. പേയ്മെന്റ് ബാങ്കുകളിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അപ് ടു 2 lakhs വരെയാണ് പറ്റുക. ഇവ വായ്പ നൽകുന്നു, അത് നോട്ട് അലൗഡ് ആണ്. വായ്പ നൽകാൻ പറ്റില്ല പേയ്മെന്റ് ബാങ്കുകൾക്ക്. ഡെബിറ്റ് കാർഡ് നൽകുന്നില്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡെബിറ്റ് കാർഡ് അല്ല, ക്രെഡിറ്റ് കാർഡാണ് നൽകാൻ പറ്റാതെ, ഡെബിറ്റ് കാർഡ് നൽകാൻ പറ്റും. ഇനി നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു, അപ്പം അത് ശരിയാണ്. അപ്പൊ ഇവിടെ ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ഔട്ട് ആയിട്ട് പോയത്.
അടുത്ത ചോദ്യം, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? അപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആ ഒരു ഇതിൽ അംഗമാകുന്നത് എപ്പോഴാണ്? 8ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. 7ാം പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ എന്തായിരുന്നു, പഴയ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ ഒരു ക്ലോസ്ഡ് എക്കണോമി സിസ്റ്റം ആയിരുന്നു. നമ്മൾ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു നമ്മുടെ എക്കണോമിനെ. പിന്നെ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് നമ്മൾ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാവുന്നതും അതുപോലെ തന്നെ LPG റിഫോംസ് കൊണ്ടുവരുന്നതും നമ്മുടെ എക്കണോമിനെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതാണ്? സാരഥി, പ്രവാഹ്, അത് രണ്ടുമാണ് കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ കേട്ടോ. അപ്പോൾ എക്കണോമിക്സിലെ റീസെന്റ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കുറെ കവർ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന്. പ്രത്യേകിച്ചും നീതി ആയോഗ്, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസ്, ഗ്രീൻ റവല്യൂഷൻ, അതൊക്കെ നല്ല വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ്. ആ ഏരിയാസ് ഒക്കെ എക്സാമിന് മുമ്പ് നല്ല ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് പോവാട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.